ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. മുരിങ്ങയില പരിപ്പ് ചേർത്ത് വയ്ക്കുന്ന ഒരു കറിയാണ്. ഇത് നമുക്ക് ചോറിന്, ചപ്പാത്തിക്ക്, പൂരിക്ക് ഒക്കെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കറിയാണ്. പോഷകസമ്പുഷ്ടമായ ഒരു കറിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനുടൻ നോട്ടിഫിക്കേഷൻസ് വരൂ. അപ്പോൾ എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള കറി ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായി ഈ പരിപ്പൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇത് മുഴുവനും നമുക്ക് ആവശ്യമില്ല, കുറച്ച് മതിയാകും. പക്ഷേ വാങ്ങിയത് മുഴുവനും വറുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പുഴു അങ്ങനെയുള്ളതൊന്നും കീടങ്ങളൊന്നും വരില്ല. അപ്പോൾ എപ്പോൾ നമ്മൾ ഇതുപോലെ പരിപ്പ് വാങ്ങിയാലും വറുത്ത് വെച്ച് കഴിഞ്ഞാൽ കുറേ കാലം കേടുകൂടാതിരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് അങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് വറുക്കേണ്ട ആവശ്യം വരുന്നു. അപ്പോൾ ഞാനിവിടെ വറുത്തെടുത്തു. നമ്മൾ കൈ വിടാതെ ഇളക്കി വറുത്തെടുക്കണം. ഒരെണ്ണം എടുത്ത് കടിച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാം അത് വെന്തിട്ടുണ്ടോ എന്നുള്ളത്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താലും നമ്മൾ കുറച്ച് സമയം കൂടെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ അടിഭാഗത്ത് കരിഞ്ഞു പോകും. അല്ലെങ്കിൽ ഉടനെ തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ കുക്കറിൽ പരിപ്പും വെള്ളവും ഒരല്പം ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിത് അടപ്പ് അടച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നാസിൽ കൂടെ ആവി വന്നതിന് ശേഷം നമുക്ക് വെയിറ്റ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു പാനിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ മുരിങ്ങയില കഴുകി എടുത്ത് 1-2 പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാനിൽ ഇട്ട് കൊടുക്കാം. ഇത് ഫ്ലെയിം അല്പം കുറച്ചിട്ട് ഒന്ന് അടപ്പടച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു തേങ്ങയുടെ ഒരു 4/1 ഭാഗം ചിരകി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ജീരകം, ഒരു 4-5 വെളുത്തുള്ളി. ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുത്തിരുന്നു. അതിലിപ്പോൾ നമ്മൾ അരച്ചെടുത്ത കൂട്ടും ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. ആ പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. വേവിച്ച് വെച്ചിരുന്ന പരിപ്പ് ചേർത്ത് കൊടുത്തു. ഇപ്പോൾ ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇത് കലക്കി നമുക്കൊന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു തിക്നെസ്സിൽ കലക്കിയെടുത്തു. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും എത്ര തിക്നെസ്സിലാണ് വേണം അതിനനുസരിച്ച് ചൂടുവെള്ളം ചേർത്ത് കലക്കിയെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ എടുത്തിട്ടുണ്ട്. അതിൽ ഉപ്പ് ആദ്യം ഒന്ന് കുറച്ച് ചേർത്ത് കൊടുക്കുക. കാരണം ഈ ഇലക്കറികൾക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. ഉപ്പ് ആദ്യമേ ഒരുപാട് ചേർക്കരുത്. ആദ്യം കുറച്ച് ചേർത്തിട്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. കടുക് വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് കടുകിടാം. ഇപ്പോൾ വെളിച്ചെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.